നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ പ്രിയദർശിനി ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രോത്സവം 28-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ പ്രിയദർശിനി ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് പ്രിയദർശിനി ലിങ്ക് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു റോഡ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 55 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ കൊണ്ട് 4,26,000 രൂപ ചിലവഴിച്ചാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് ക്ഷേത്രം സംരക്ഷണ സഭയുടെ ആഭിമുഖ്യത്തിലാണ് പൊങ്കാല നിവേദ്യം അർപ്പിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സഭ പ്രസിഡന്റ് NU ശശിധരൻ, സെക്രട്ടറി NR സിദ്ധൻ, ഖജാൻജി NK രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് 3 ആനകളോടുകൂടി നടന്ന പകൽപൂരത്തിൽ തോട്ടേക്കാട്ട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് പറയെടുപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി തായമ്പക, അന്നദാനം, വൈകിട്ട് നാടകം, വടക്കുംവാതുക്കൽ ഗുരുതി, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. പ്രസിഡന്റ് രാജീവൻ VK, സെക്രട്ടറി സ്വപ്ന ജോളി, ട്രഷറർ അഭിമന്യു VG, വൈസ് പ്രസിഡന്റ് പവിത്രൻ VJ, ജോയിന്റ് സെക്രട്ടറിമാരായ ബിനോയ്, അഡ്വക്കേറ്റ് സന്തോഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രോത്സവം 28-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 23-ന് കൊടിയേറ്റത്തോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. 24-ന് നാഗപൂജ, 25-ന് രാവിലെ പൊങ്കാല, രാത്രി 7-ന് നൃത്തഭക്തിലയം, 26 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് തൃശ്വ കലാവേദിയും കണ്ണകിയും അവതരിപ്പിക്കുന്ന വീരനാട്യം കൈകൊട്ടിക്കളി, 27-ന് വൈകിട്ട് ഹനുമാൻ പൂജ, ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, തുടർന്ന് 5 ആനകൾ പങ്കെടുക്കുന്ന ശീവേലി, പരങ്ങാട്ടിരി മോഹൻമാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് കാഴ്ച ശീവേലി, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, പള്ളിവേട്ട എന്നിവ നടക്കും. 29-ന് രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും കൊടിയിറക്കലോടും കൂടി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും.
ക്ഷേത്രം പ്രസിഡന്റ് കെ സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ നിതീഷ് ടി, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒടുവിൽ കൈപ്പമംഗലം 3 പീടിക ബീച്ച് റോഡിന് ശാപമോക്ഷം. 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് നാളിതുവരെ നടന്നത്. ഇതിനെ തുടർന്ന് മഴവെള്ളക്കെട്ട് മൂലം കുഴികൾ രൂപപ്പെട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ 4 ഇടങ്ങളിൽ റോഡ് പൊളിച്ച് GSP ഇട്ട് ലെവൽ ചെയ്യുന്ന പണി നടക്കുന്നതായും 4 ഇടങ്ങളിലും റോഡ് കട്ടവിരിക്കുമെന്നും 3 പീടിക മുതൽ ബീച്ച് വരെ ടാർ ചെയ്ത് റോഡ് ക്ലിയറാക്കുമെന്നും കൈപ്പമംഗലം പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ജിസ്നി ഷാജി അറിയിച്ചു. സ്വത്ത് തർക്കം, ജ്യേഷ്ഠനെ തൂമ്പ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അനുജൻ അറസ്റ്റിൽ. പെരുമ്പിളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണം സംഘം പിടികൂടിയത്. കഴിഞ്ഞ ആഗസ്റ്റ് 29-നാണ് കേസിനാസ്പദമായ സംഭവം. ചൊവ്വൂരിലെ തറവാട്ടുപറമ്പിൽ പുല്ല് ചെത്തുകയായിരുന്ന ജ്യേഷ്ഠൻ ജോൺസനെ വിൻസൻ ആക്രമിക്കുകയായിരുന്നു. വളരെ നാളുകളായി വീട്ടുകാരുമായി ബന്ധമില്ലാത്ത പല സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു വിൻസൻ. സംഭവ ദിവസം നാട്ടിലെത്തിയ വിൻസൻ പറമ്പിൽ പണിയെടുത്തു നിൽക്കുകയായിരുന്ന ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി ആക്രമിക്കുകയായിരുന്നു. തൂമ്പ കൊണ്ടുള്ള ആക്രമണത്തിൽ ജോൺസന്റെ തലയോട്ടി പൊട്ടുകയും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണ സ്വഭാവം ഉള്ളതിനാൽ സംഭവം കണ്ട് നാട്ടുകാർ പ്രതിയെ പിടിച്ചു മാറ്റാനും ഭയപ്പെട്ടു. തറവാട്ടുവക സ്വത്ത് ഭാഗം വെച്ച് കിട്ടാത്തതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. വീടുമായും ബന്ധുക്കളുമായും അധികം ബന്ധം പുലർത്താത്ത ഇയാൾ മുൻപും നാട്ടുകാർക്ക് നേരെയും അക്രമകാരിയായിട്ടുണ്ട്. വല്ലപ്പോഴുമാണ് ഇയാൾ സ്വന്തം നാടായ ചൊവ്വൂരിൽ എത്തുന്നത്. പല വക പണികൾക്കും പോകുന്ന ഇയാൾ ആരുമായും സൗഹൃദം സ്ഥാപിക്കാത്തയാളാണ്. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തിരിഞ്ഞ ഇയാളെ ഏറെ കഷ്ടപ്പെട്ടാണ് പോലീസ് സംഘം പിടികൂടിയത്. തൃശൂർ കണ്ണംകുളങ്ങരയിൽ ഒരു ഒഴിഞ്ഞ പറമ്പിൽ താമസിച്ചു വരികയായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുട DYSP CL ഷാജു, ചേർപ്പ് ഇൻസ്പെക്ടർ MS ഷാജൻ, SI KS സുബിന്ദ്, ASIമാരായ ഷീജ, ES സജീവൻ, EH ആരിഫ്, സീനിയർ CPO കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരത്തിങ്കൾ മഹോത്സവം ആഘോഷിച്ചു. പൂജകൾക്ക് മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ, ക്ഷേത്രം ശാന്തി മധുസൂദനൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരം വരവ് ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരന്നു. ചെറുപ്പുളശ്ശേരി രാജശേഖരൻ തിടമ്പേറ്റി. ചെണ്ടമേളവും 100-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യം എന്നിവ അകമ്പടിയായി. തുടർന്ന് കേളി, പറ്റ്, തായമ്പക എന്നിവ നടന്നു. രാത്രി 9:30 തളിക്കുളം കുമാരനാശാനും സംഘവും ശാസ്താംപാട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് കൊട്ടാരത്തിൽ മണികണ്ഠൻ, സെക്രട്ടറി വടക്കുംതുള്ളി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ തട്ടാരുപുരകിൽ രജീഷ്, എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ പുതുവീട്ടിൽ എന്നിവരും 7 ദേശ കമ്മിറ്റിക്കാരും സെൻട്രൽ കമ്മിറ്റിക്കാരുമാണ് നേതൃത്വം വഹിച്ചത്. ചാഴൂർ പഞ്ചായത്തിലെ 8-9 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായെന്നും വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിസ്സംഗതയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തേവർ റോഡ്, പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ 1000-ഓളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗ്യശൂന്യമാണ്. അതിനാൽ ഇവിടത്തുകാർക്ക് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കാരണം ദിവസങ്ങൾ കഴിഞ്ഞാണ് വീടുകളിലും ടാപ്പുകളിലും വെള്ളം എത്തുന്നത്. ഒരു മാസത്തോളമായിട്ട് കഴിഞ്ഞ ആഴ്ച 11 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഇല്ലാണ്ട് ഏയിനെ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അഥവാ റെസ്പോണ്ട് ചെയ്താൽ തന്നെ അവർ നാളെ വരും എന്നാണ് പറയുന്നത്. നിയമസഭ ഇലക്ഷൻ, പാർലമെൻ്ററി ഇലക്ഷൻ, ഓരോ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരോട് ആകെ ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല, കുടിക്കാനുള്ള വെള്ളമില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രളയം. ഈ മഴക്കാലം അല്ലാത്ത സമയത്തും പൊതുവായിട്ട് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കിട്ടില്ല. ആകെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളമില്ല എന്നാ. ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ ആർക്കും പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾ ആരോടെ പറയാം? കുടിവെള്ളം ലഭിക്കാത്തതിനെ കുറിച്ച് വാട്ടർ അതോറിറ്റി അധികൃതരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ പണി നടക്കുന്നു എന്ന പതിവ് പല്ലവി ആവർത്തിക്കുക മാത്രമാണെന്നും ആവശ്യത്തിന് വെള്ളം എത്തിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. കരാറുകാർക്ക് കൃത്യമായി പണം ലഭിക്കാത്തതാണ് മെയിൻ്റനൻസ് ജോലികൾ നീണ്ടുപോകുന്നതെന്നും പറയുന്നു. വെള്ളം ലഭിക്കാത്ത ഇടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ലെന്ന് പരാതിയുണ്ട്.
CC മുകുന്ദൻ MLA വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും MLA പോലും ധിക്കരിക്കുന്ന നിലപാടാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇനിയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ മലപ്പുറം ചങ്ങരംകുളത്തെ മോഷണം നടത്തി മുങ്ങിയ പ്രതിയെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ ചെറുകുന്ന് സ്വദേശി വട്ടപ്പറമ്പിൽ രാഹുലിനെയാണ് പിടികൂടിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെറുകുന്ന് ഐക്യനഗറിൽ വെട്ടുകാട് സ്വദേശി വിഷ്ണുവിനെയും സുഹൃത്തുക്കളെയും രാഹുൽ ഉൾപ്പെട്ട സംഘം ആക്രമിച്ചിരുന്നു. ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് ജനുവരി 3 ചങ്ങരംകുളത്ത് നടന്ന കവർച്ചാ കേസിൽ രാഹുൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒല്ലൂർ പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കുറുക്കഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ചേറ്റുപുഴ പാടത്തെ 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ ചേറ്റുപുഴ സ്വദേശി ജിഷ്ണു ബാലചന്ദ്രനെ ജില്ലാ ആശുപത്രിയിലും കുന്നത്തങ്ങാടി സ്വദേശി ഹെൻറി, ടോജോ എന്നിവരെ മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പൊങ്കാല നിവേദ്യം അർപ്പിച്ചത്. ചടങ്ങുകൾക്ക് മേൽശാന്തി വീരമന ദുർഗാദാസ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് PK മോഹനൻ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പുതുശ്ശേരി, ട്രഷറർ TU ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ പ്രിയദർശിനി ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രോത്സവം 28-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.